ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിലെ ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ കൺമണിയും ആൻറ്റിയമ്മയും കൃഷിയൊക്കെ പേടിച്ചതുപോലെ മാനസ നീക്കത്തിന് തയ്യാറെടുക്കുകയാണ്. അതിനറിഞ്ഞോ അറിയാതെയോ ഒരു കാരണമാകാണ്. കൃപ അങ്ങനെ ഒരു കാര്യത്തിന്, അതായത് മാനസയെ പ്രകോപിപ്പിക്കാൻ മുതിരുമെന്നൊരിക്കലും കൺമണിയും കൃഷും ആൻറ്റിയമ്മയും ഒന്നും അറിയുന്നില്ല. കൃപ അവളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി മാനസയുടെ വീട്ടിൽ പോകുകയും മാനസ ചെയ്തു കൂട്ടിയതിന് അവളോട് നല്ല വാക്കുകൾ പറയുകയും ചെയ്യാണ്. ഹേമയോടും ജയമോഹനോടും കൂടി നിങ്ങളുടെ മകളെ സൂക്ഷിക്കണമെന്നും അവൾ നിങ്ങളുടെ നാശത്തിനായി പിറന്നതാണെന്നും പറയുന്നു. അച്ഛൻ്റെയും അന്മയുടെയും മുൻപിൽ തന്നെ നാടൻ കെടുത്തിയതിന് മാനസയിൽ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു. ജയമോഹനും ഹേമയ്ക്കും അവളോട് തിരിച്ചൊരക്ഷരം പറയാൻ കഴിയുന്നില്ല. മാനസയുടെ കയ്യിൽ തങ്ങളെ തകർക്കാൻ പോകുന്ന ഏറ്റവും വലിയ ബോംബുണ്ടെന്ന കാര്യമൊന്നും പാവം കൃപയ്ക്ക് അറിയില്ല. ആ സമയം പോകാൻ നേരം മാനസയും വെല്ലുവിളിക്കുന്നുണ്ട് കൃപയെ. ഇനി മുതൽ നീ എണ്ണിക്കൊന്നും നിൻ്റെയൊക്കെ കൗണ്ട് ഡൗൺ തുടങ്ങാൻ പോകുകയാണെന്നും നിൻ്റെ കുടുംബം കരയുമെന്നൊക്കെ മാനസ പറയുന്നു. അതിനുള്ള തീയാണ് നീ കൊളുത്തിയതെന്നും പറയുന്നുണ്ട്. പിന്നീട് കൃഷി വരുണിനെ കാണുകയാണ്. വീണ്ടും കൃഷി വരുന്നുണ്ട്. കൃഷി വീണ്ടും വരുണിനിട്ട് നല്ലതുപോലെ പിടിച്ചു തിരിക്കുകയാണ്. ഇനിയും നീയും നിൻ്റെ മാനസയും കൂടി എന്തെങ്കിലും എൻ്റെ കുടുംബത്തിനും കൺമണിക്കും എതിരെ ചെയ്താൽ ഞാനും ഒന്ന് തുടങ്ങും, പിന്നെ ഞാൻ കൊന്നിട്ടേ അവസാനിപ്പിക്കുമെന്ന് വരുണിൻ്റെ ഷർട്ടിന് പിടിച്ച് പൊക്കി പറയാണ് കേട്ടോ കൃഷി. മാനസയാണെങ്കിൽ കൺമണിയോട് വിളിച്ച് വളരെ ദേഷ്യത്തിൽ, കൃപ വീട്ടിൽ നിന്നെയും നിൻ്റെ അച്ഛനമ്മയും ഓരോന്ന് പറഞ്ഞു എന്നും എന്നെ അവരുടെ മുൻപിൽ വെച്ച് നാണം കെടുത്തിയെന്നും ഇതിനുള്ള പണി ഞാൻ അവൾക്കും അവളുടെ കുടുംബത്തിനും നിനക്കും തരുമെന്ന് പറയുന്നു. ആ വീഡിയോ ഉണ്ടല്ലോ, ആൻറ്റിയമ്മ പേടിച്ച ആ വീഡിയോ, അത് ലീക്കാക്കുമെന്നും പറയുന്നുണ്ട്. ഇത് കേട്ട് പേടിച്ച് മാനസ അത് ചെയ്യരുതെന്നൊക്കെ കൺമണി പറയുന്നുണ്ടെങ്കിലും അവൾ ഒന്നും കേൾക്കാതെ കോള് കട്ട് ചെയ്യാണ്. പിന്നീട് കൃപയെ കാണുന്ന കൺമണി, കൃപ ആ വീട്ടിൽ പോകരുതായിരുന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ ചെയ്യുന്നത്.